മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നത് ആദ്യമായല്ല എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 148 പേരെയാണ് കടലിൽ കാണാതായത്. തെരച്ചിലിന് സർക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. മുൻ സർക്കാരുകൾ നടത്താത്ത തരത്തിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് എന്നും മുഖ്യമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ കൂടെ സഹായത്തോടു കൂടി നമ്മൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് 9 ദിവസം ഇതുവരെ തെരച്ചിൽ നടത്തിയത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കാലത്തും ഇത്രമാത്രം ഒരു ഗവൺമെന്റ് നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കുടുംബത്തിലെ ഒരാളെ നഷ്ടപ്പെട്ടതുപോലെയാണ് ഈ സർക്കാർ അവർക്ക് വേണ്ടി പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞു, കുറെ ദിവസമായി 3 പേരെ കാണാതായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള പൂർണ്ണമായ അധികാരമുണ്ട്. അപ്പൊ ആദ്യമായിട്ടല്ല 3 പേരെ കടലിൽ കാണാതെ പോകുന്നത്. അദ്ദേഹം 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നപ്പോ 148 കാണാതെ പോയവരുടെ, കടലിൽ കാണാതെ പോയവരുടെ എണ്ണം 148. കൂടുതൽ വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയുകയാണ് മുഖ്യമന്ത്രി. എന്തായാലും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ആളുകളെ കാണാതായിട്ടുണ്ട്. ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. പക്ഷേ പുതിയ തലമുറ പട്ടിക്കുറുപ്പിനെ കുറിച്ച് അറിയുന്നുണ്ടോ? തീർച്ചയായിട്ടും രജീഷ്, അതും മുഖ്യമന്ത്രി ഇത് സംസാരിച്ചത് പണ്ഡിറ്റ് കർപ്പൻ ജന്മശതാബ്ദിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധീവര സമുദായ അംഗങ്ങൾ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു. അദ്ദേഹം അതിൽ പറഞ്ഞു വെച്ചത് ഇത് ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതെ പോകുന്നത്. പിണറായി വിജയന്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. ഇത് ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതെ ആയി പോകുന്നത്. 3 മത്സ്യത്തൊഴിലാളികളെയാണ് ഇപ്പോൾ കാണാതെ ആയിരിക്കുന്നത്. പക്ഷേ ഇതിന് മുൻ സർക്കാരിന്റെ കാലത്ത് 148 പേരെ കാണാതെ ആയി പോയിട്ടുണ്ട്. അന്നൊന്നും പ്രതികരിക്കാതിരുന്ന ആളുകൾ ഇപ്പോഴെന്തിനാണ് പ്രതികരിക്കുന്നത്? മാത്രമല്ല മറ്റൊന്ന് അദ്ദേഹം പറയുന്നത്, പരമാവധി ശ്രമിക്കുകയാണ് സർക്കാർ. അത് കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടി വിമാനം അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് തിരച്ചിൽ നടത്തുന്നത്. പക്ഷേ മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരു നീക്കം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു കുടുംബത്തിൽ നിന്നും ആൾ നഷ്ടപ്പെട്ട പോലെയാണ് ഞങ്ങൾക്ക് ഈ മത്സ്യത്തൊഴിലാളികൾ കാണാതായത്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്താനുള്ള തിരച്ചിൽ ഇപ്പോൾ ശക്തമായി നടക്കുന്നു. പക്ഷേ ഒന്നോർക്കണം, ഇത് ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കാണാതെ പോകുന്നത്. മുൻ സർക്കാർ അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടില്ല. പക്ഷേ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് ഇതുവരെയും ഒരു സംസ്ഥാനവും നടത്താത്ത തിരച്ചിൽ 9 ദിവസമായി സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനി തുടരുക തന്നെ ചെയ്യുമെന്ന് അദ്ദേഹം പറയുന്നു. ഈ ഘട്ടത്തിലാണ് സർക്കാരിനെ പ്രതിപക്ഷ നേതാവ് അടക്കം വിമർശിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ശരി.